ഹലോ മൈസ് അത് പുതുടിക്കുക എല്ലാവർക്കും രാവിലെ എണിച്ച് കുളിച്ചിട്ടൊക്കെ കഴിച്ച് കറിയും ദോശയും പിന്നെ ചായ ഉണ്ടാ കഴിച്ചത്. അതൊക്കെ നല്ല പുളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ വിളിക്കും കുറച്ച് കഴിഞ്ഞാൽ അമ്മേൻ്റെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഈ ചോറും പിന്നെ പയറാണെന്ന് തോന്നുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വറക്കറിയും. പിന്നെ ഞാൻ സ്കൂളിൽ പോകാൻ ടാറ്റയൊക്കെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ പോവണ്ട, അമ്മ തന്നെ കൊണ്ടാക്കാനൊക്കെ വരുന്നുണ്ടാ. പിന്നെ അവിടെ ചേച്ചിയും കിച്ചും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ലച്ചും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയിട്ടോ സ്കൂളിലെത്തി. പിന്നെ അമ്മ ഉച്ചയ്ക്ക് വിളിക്കാൻ വന്നു കേട്ടോ, അവിടെ ഒരു മീറ്റിംഗ് ആണ്. പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സിൻ്റെ ഞങ്ങൾ സ്കൂളിൽ എന്തൊക്കെയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ പോയി എടുക്കുകയാണ്. ലച്ചുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ടാളും എൻ്റെ അമ്മയും ലച്ചുവിൻ്റെ അമ്മയും ഒപ്പം കേട്ടോ വന്ന്. പിന്നെ ഞങ്ങൾ തുണി ഉണ്ടല്ലോ അത് കൊടുക്കാൻ പോയിട്ടാ, അടിക്കാനാണ് എനിക്കൊക്കെ. ഒരു അങ്കിളിൻ്റെ കടയിലാണ് പോയത്. പിന്നെ ഞാൻ കുറച്ച് നേരം ലച്ചിനെ വെറുപ്പിച്ചു കൂട്ടാ, അങ്ങനെ ഇളങ്ങാനാക്കി. പിന്നെ കിച്ചുവിൻ്റെയൊക്കെ അളവ് കൊടുക്കുകയാണ് കേട്ടോ, കിച്ചുവിൻ്റെ കൈൻ്റെയും കാലിൻ്റെയൊക്കെ. അപ്പോഴാണ് ചേച്ചി അളവൊക്കെ പറഞ്ഞു കൊടുത്ത്. എൻ്റെ അപ്പൊക്കെ ചിരിക്കും. പിന്നെ അത് അവിടെ ബാഗിനടുത്ത് നിൽക്കണ്ട. ആ വീടിൽ ഞാൻ പട്ടീൻ്റെ വേണ്ട കണ്ടോ ഞാൻ കേട്ടിട്ട് ലച്ചു വന്ന് നോക്കിയിട്ടാ പട്ടി ഉണ്ടോയെന്ന്. പിന്നെ ഓട്ടോറിക്ഷയൊക്കെ വന്ന് ഞാനും അമ്മയൊക്കെ കയറിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാനാണ് കയറി, പിന്നെ എല്ലാവരും കയറിയിട്ടാ. കിച്ചൊക്കെ സൂപ്പർമാൻമാർ കിച്ചു സൂപ്പർമാനെ പോലെ ചിരിക്കുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തറവാട്ട് പോയിട്ടാ അച്ചമ്മനെയും പുന്നൂസിനെയൊക്കെ കാണാനാണ്. അച്ചമ്മ അവിടെ കിടക്കാനും പുന്നൂസിന് പനിയാണ്. പിന്നെ അന്നത്തെ ഇവിടെ എത്രയൊക്കെയല്ലോ. ടാറ്റാ ബൈ ബൈ, സീ യു.